ഇടുക്കി മൂന്നാറിൽ വീണ്ടും ഒറ്റക്കൊമ്പൻ ഇറങ്ങി. കല്ലാർ എസ്റ്റേറ്റിലാണ് കാട്ടാനയെ കണ്ടത്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കും. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ മൂന്നാർ പോലെയുള്ള ജനവാസ മേഖലയിൽ തന്നെ കാട്ടാനകൾ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇടയ്ക്കിടയ്ക്ക് കാട്ടാനയ്ക്ക് ബോറടിക്കുമ്പോഴായിരിക്കും കാട്ടാന ഇറങ്ങി വരും. ഇപ്പോൾ നടു റോഡിൽ നല്ല ടാർട്ടർ റോഡിൽ നല്ല സുഖകരമായിട്ട് വേയിച്ച് കിടക്കുന്ന സ്ഥലത്ത് ആഹാരത്തിന് വേണ്ടി പരതുകയാണ് കാട്ടാനയെന്ന് തോന്നുന്നു. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും തത്സമയം ചേരുന്നു. രാഹുൽ വിജയൻ, വിശദാംശങ്ങൾ. കഴിഞ്ഞ 2 ദിവസമായി ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന ജനവാസ മേഖലയിലുണ്ട്, കല്ലാർ എസ്റ്റേറ്റിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപത്തെത്തിയ ആനകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാനും കഴിയുന്നത്. ആളുകൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള അക്രമമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ആശ്വാസകരമാണ്. പക്ഷേ നേരത്തെ ഇത് ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരു ആനയാണ്. പിന്നീട് ഇടക്കാലത്ത് ഇത് ഈ മൂന്നാർ മേഖല വിട്ട് പോയിരുന്നു. വീണ്ടും ഇപ്പോൾ അത് ഈ കല്ലാർ എസ്റ്റേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. പടയപ്പ പോയതിന് പിന്നാലെ, കല്ലാർ എസ്റ്റേറ്റിൽ നിന്ന് പടയപ്പ പിൻവാങ്ങിയതിന് പിന്നാലെയാണ് ഈ ഒറ്റക്കൊമ്പൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തരത്തിലുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്, തോട്ടം തൊഴിലാളികൾക്കുണ്ട്. വനം വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ടെലിഫോണിൽ.